ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം മേജർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ സബ്ജക്റ്റ് കണ്ടെയ്ൻ ബോത്ത് തിയോറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ്. സോ ഇത് ബോത്ത് തിയറി പോർഷൻസും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് ആൻഡ് ആൾസോ പ്രാക്ടിക്കൽ പോർഷൻസും ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ നമ്മൾ തിയറി പോർഷൻസിന് മാത്രം ഒരു ഹൈ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ബോത്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ആർ ഇമ്പോർട്ടൻറ്റ്. സോ ബോത്ത് പോർഷൻസിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. സ്റ്റുഡൻസ് ഷുഡ് നോട്ട് സ്റ്റഡി അക്കൗണ്ടൻസി വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ സബ്ജക്റ്റ് എന്ന് നമ്മളോട് ഓതർ ഒരു ഹിൻ്റൊക്കെ തരുന്നുണ്ട്. ദാറ്റ് മീൻസ് സ്റ്റുഡൻസ് ഷുഡ് നോട്ട് സ്റ്റഡി അക്കൗണ്ടൻസി വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ സബ്ജക്റ്റ്. ദാറ്റ് മീൻസ് ഈ സബ്ജക്റ്റ് എന്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടിങ് എന്നുള്ള ആ ഒരു ബേസിക് നോളജ് ഇല്ലാതെ ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ഇയർ ബി കോം സ്റ്റുഡൻസ് ആണ് അല്ലേ. നിങ്ങളെല്ലാവരും ഫസ്റ്റ് ഇയർ ബി കോം സ്റ്റുഡൻസ് ആണ്. So some students are migrated from humanities or science, so they have no idea about the basic aspect or the basic portions of accountancy. So അത് കാരണമാണ് ഇതിൽ നമ്മളോട് സബ്ജക്റ്റ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ള ഒരു പോർഷൻ പറഞ്ഞിട്ടുള്ളത്. സോ ദ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ള ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടൻസി എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ എന്തുകൊണ്ടാണ് അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യകത ഓർ അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യകത എന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ആ ഒരു ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആയിരുന്നോ ഉണ്ടായിരുന്നത് ആൻഡ് ആൾസോ ലോസ് ആയിരുന്നോ ഉണ്ടായിരുന്നത് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനിൽ എന്ത് കീപ്പ് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ് കീപ്പ് ചെയ്യുന്നുണ്ട്. സോ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഇങ്ങനെ ഒരുപാട് അക്കൗണ്ടിങ് സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. സോ അക്കൗണ്ടിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ്ങിൻ്റെ ഫൗണ്ടേഷൻ എന്താണെന്നുള്ളത് നമ്മൾ അറിയണം. അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസസ്. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്തി. ദറ്റ് മീൻസ് ഒരു PQR ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി ഫർണിച്ചർ ബിസിനസ് നടത്തുന്ന കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ എന്തൊക്കെയാണോ അവർ ക്യാരി ചെയ്യുന്നത്, ദറ്റ് മീൻസ് മോണിറ്ററി വാല്യൂ ഉള്ള എന്തൊക്കെ ആ ഒരു ഓർഗനൈസേഷനിലുണ്ടോ. ഇതൊരു ഫർണിച്ചർ കമ്പനി ആവുന്ന സമയത്ത് അവിടെ ചെയർ വരാം, ടേബിൾ വരാം, കമ്പ്യൂട്ടർ വരാം, ഫാൻ വരാം, ക്യാഷ് വരാം, ഇതൊക്കെ വരും. പക്ഷേ ഇതിനൊക്കെ എന്തുണ്ട്? മോണിറ്ററി വാല്യൂ ഉണ്ട്. ഇത് സെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടും അല്ലേ. സോ ഇതിനൊക്കെ എന്തുണ്ട്? മോണിറ്ററി വാല്യൂ ഉണ്ട്. അപ്പോൾ അസറ്റ് എന്ന് പറയുന്നത് അതാണ് ഒരു ഓർഗനൈസേഷൻ്റെ ആസ്തി. ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെയുണ്ടോ, മോണിറ്ററി വാല്യൂ ഉള്ള എന്തൊക്കെയുണ്ടോ, ക്യാഷൊക്കെ അതിൽ വിടുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അസറ്റിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് അസറ്റും ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്കതിനെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ക്യാഷൊക്കെ നമുക്ക് എന്ത് പറയാം? കറണ്ട് അസറ്റാണെന്ന് പറയാം. ബിക്കോസ് എന്താ, ഇതൊരു വർഷത്തിനുള്ളിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ ഓർഗനൈസേഷനിൽ ആർക്കെങ്കിലും കടം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കടം കിട്ടുന്നത് വരെ അവർ നമ്മുടെ ഡെപ്റ്റേഴ്സാണ്. സോ അവർ നമ്മുടെ അസറ്റാണ്. അത് മേ ബി ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടാം, ഒരു മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടാം, 3 മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടാം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അവരിൽ നിന്നും തിരിച്ചാ പണം ലഭിക്കാം. സോ അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് കോൾഡ് കറണ്ട് അസറ്റ്. അവർ നമുക്ക് കറണ്ട് അസറ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ദ പ്രോഡക്റ്റ് ഹാവ് എ മോണിറ്ററി വാല്യൂ ഈസ് കോൾഡ് അസറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യതകളാണ്. ഫോർ എക്സാമ്പിൾ ബിസിനസ് ഒരാളിരുന്ന് കടം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ആ പണം തിരിച്ചു കൊടുക്കുന്നത് വരെ അവർ നമ്മുടെ ക്രെഡിറ്റേഴ്സാണ്. നമ്മൾ ആർക്കാണോ കൊടുക്കാനുള്ളത് അവർക്ക് നമ്മൾ അവരുടെ ക്രെഡിറ്റേഴ്സാണ്, അവർ നമ്മുടെ ക്രെഡിറ്റേഴ്സാണ്. ദാറ്റ് മീൻസ് നമുക്ക് അവരുമായിട്ട് എന്തുണ്ട്? ഒരു ബാധ്യത ഉണ്ട്. സോ അത്തരത്തിലുള്ള ബാധ്യതകളെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതിലും കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, ലോങ് ടൈം ലയബിലിറ്റീസ് ഉണ്ട്. ഇനി നമ്മൾ പറയുന്നത് ഇൻകമാണ്. ഒരു ഓർഗനൈസേഷനിൽ
ദറ്റ് മീൻസ് പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷനിൽ ഇൻകം കിട്ടുന്ന സോഴ്സ് എന്ന് പറയുന്നത് സെയിലാണ്. ഒരു ഓർഗനൈസേഷനിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ഒരു ഫർണിച്ചർ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാവും? ചെയർ ഉണ്ടാവും, ടേബിൾ ഉണ്ടാവും, കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, ഫാൻ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. പക്ഷേ ഈ ഒരു കമ്പ്യൂട്ടർ, ഫാന് ഇതൊക്കെ അവരുടെ ബിസിനസ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. പക്ഷെ അതിനുപരി അവർ സെയിലിന് വെക്കുന്നതാണ് ഫർണിച്ചർ കമ്പനി ആവുന്ന സമയത്ത് അവർ സെയിലിന് വെക്കുന്നതാണ് ചെയേഴ്സ്, ടേബിൾസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതിനെ അവർ സെയിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. സോ അങ്ങനെ കിട്ടുന്ന ആ ഒരു ഇൻകം, അങ്ങനെ കിട്ടുന്ന ആ ഒരു റവന്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻകം എന്ന് പറയുന്നത്. എക്സ്പെൻസും ഉണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫർണിച്ചർ വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് പർച്ചേസ് ചെയ്യും അല്ലേ, ദെൻ റീസെൽ ചെയ്യാവും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിനെ കൺസ്ട്രക്ട് ചെയ്യും. ഇഫ് നമ്മളതിനെ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. സോ ഈ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? ക്യാഷ് വേണം. അപ്പോൾ നമ്മൾ ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ, നമ്മുടെ കമ്പനിയുടെ ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. നമുക്കവിടെ ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്? ചിലവാകുന്നുണ്ട്. സോ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അത്തരത്തിലുള്ളതിനെയാണ് പർച്ചേസിന്, അല്ലെങ്കിൽ നമ്മൾ റെൻ്റ് എന്തെങ്കിലും കൊടുക്കുക അല്ലേ, നമ്മുടെ ഓർഗനൈസേഷൻ റെൻറ്റിന് വർക്ക് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് റെൻറ്റ് നമ്മൾ കൊടുക്കുന്നു. ആ റെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ നമുക്കൊരു എക്സ്പെൻസ് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിന് സാലറി കൊടുക്കുക, അവിടെ നമുക്ക് എന്തുന്നുണ്ട്? ഒരു എക്സ്പെൻസ് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബ്രോക്കേഴ്സിനെ വെച്ചു, നമ്മുടെ ഫർണിച്ചറൊക്കെ സെയിൽ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ബ്രോക്കേഴ്സിന് വെച്ചു, ബ്രോക്കേഴ്സിന് നമ്മൾ കമ്മീഷൻ കൊടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന കമ്മീഷനും എന്താണ്? എക്സ്പെൻസാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്പെൻസിൽ ഇൻവോൾവ് ആവുന്നത്. ഇൻകത്തിൽ നമ്മൾ പറഞ്ഞു സെയിൽസ് ഇൻവോൾവ് ആവുന്നുണ്ട്. ഇനി ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പോർഷന് നമ്മുടെ ഓൺ ബിൽഡിംഗ് ആണ്, അതിൻ്റെ ഒരു പോർഷൻ നമ്മൾ മറ്റൊരു പാർട്ടിക്ക് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് റെൻറ്റ് റിസീവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് കമ്മീഷൻ നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ദെൻ ഫൈനലി നമ്മൾ പറയുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിസിനസ്സും ഓണറും രണ്ടാണ്. ബോത്ത് ആർ ടു സെപ്പറേറ്റ് കോൺസെപ്റ്റാണ്. ബിസിനസ്സും ഓണേഴ്സും ബോത്ത് ആർ ടു സെപ്പറേറ്റ് കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ഓണർ എന്ത് ചെയ്യാണ്? ക്യാപിറ്റൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓണർ എന്ത് ചെയ്യാണ്? എമൗണ്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴാണോ ഓണർക്ക് ആ ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എപ്പോഴാണോ അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്, ആ സമയത്ത് ബിസിനസ് മസ്റ്റ് പെയ്ഡ് ഇറ്റ് ടു ദ ഓണേഴ്സ് ആസ് വെൻ ദേ ആർ റിക്വയർഡ്. എപ്പോഴാണോ അവർക്ക് ആവശ്യം വരുന്നത്, എപ്പോഴാണോ അവർ ഡിമാൻഡ് ചെയ്യുന്നത്, ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ അവർ ആവശ്യപ്പെടുന്ന ആ ഒരു എമൗണ്ട് ബിസിനസ് കൊടുക്കാൻ ലേബിളാണ്. സോ ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓർ ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി. ഓക്കെ, അങ്ങനെയാണ് ക്യാപിറ്റലിനെ ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. സോ ദിസ് ആർ ദ ഫൗണ്ടേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. ദ ഫൗണ്ടേഷൻസ് ഇൻവോൾവ് 5 concepts. They are asset, liabilities, income, expense and capital. Thus are involved the foundations of the അക്കൗണ്ടിങ്. സോ ഈ ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, പ്രധാനമായിട്ടും നമുക്കിതിൽ അക്കൗണ്ടിങ്ങിൽ 3 അക്കൗണ്ടാണ് പഠിക്കാനുള്ളത്. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിലാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് ഓർ ലയബിലിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ടാഞ്ചിബിൾ അസറ്റ് ഓർ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുക. സോ ദ ടാഞ്ചിബിൾ അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിനെയാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ദേ ഇൻക്ലൂഡ് ഫിസിക്കൽ ഐറ്റംസ് ലൈക്ക് ക്യാഷ്, ഇൻവെൻറ്ററി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഇൻവെൻറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്ന സ്റ്റോക്ക് ഉണ്ടാവും. നമ്മളൊരു ഓർഗനൈസേഷനിൽ നമുക്ക് അവിടെ സ്റ്റോക്ക് ആവശ്യമായിട്ട് വരും.
സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ കമ്പനി, ആ കമ്പനിയിൽ നമ്മൾ എന്തിൻ്റേതാണോ നമ്മുടെ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷനിൽ സെയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്കതിനാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റ് വേണം. ആ പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഒരു സ്റ്റോക്കിനെയാണ് ഇൻവെൻട്രി എന്ന് പറയുക. പിന്നെ നമ്മുടെ ഓർഗനൈസേഷൻ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ്, നമ്മുടെ ബിൽഡിങ്, ദിസ് ആർ ഇൻവോൾവ് ഇൻ ദ ഫിസിക്കൽ ഫോം ഓഫ് അസറ്റ്. ഇതൊക്കെ നമുക്ക് കാണാനും അതിനെ തൊട്ട് നോക്കാനും അതിനൊരു ഷേപ്പൊക്കെ ഉണ്ടാവും അല്ലേ. സോ അത്തരത്തിലുള്ള അസറ്റുകളെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ് ഓർ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ അതിനെ റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഒരു ബേസിക് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ഹാൻഡ്, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ദറ്റ് മീൻസ് എന്താണോ നമുക്ക് കിട്ടുന്നത് അതിന് നമ്മളെന്ത് ഡെബിറ്റ് ചെയ്യുകയും എന്താണോ നമ്മുടെ അടുത്ത് നിന്ന് പോകുന്നത് അതിന് നമ്മളെന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു എക്യുപ്മെൻറ്റ്, നമ്മുടെ ഓർഗനൈസേഷന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്യുപ്മെൻറ്റ് കിട്ടുന്നു അല്ലേ, എക്യുപ്മെൻറ്റാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക. ദറ്റ് മീൻസ് എക്യുപ്മെൻറ്റിനെ നമ്മൾ അവിടെ ഡെബിറ്റ് ചെയ്യുകയും എന്താണോ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും പോയത്, നമ്മൾ എക്യുപ്മെൻറ്റ് നമ്മൾ വെറുതെ ചിരിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ല എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് കറക്റ്റായിട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടുള്ളൂ അല്ലേ. അങ്ങനെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് അപ്പോൾ എന്ത് പോകും, നമുക്ക് എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ക്യാഷ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ക്യാഷ് അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. സോ എക്യുപ്മെൻറ്റ് നമുക്ക് കിട്ടുന്നു, ക്യാഷ് പോകുന്നു. സോ ഇവിടെ നമ്മൾ എക്യുപ്മെൻറ്റിനെ ഡെബിറ്റ് ചെയ്യുകയും ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇവിടെ ജേണൽ എൻട്രി വരിക എക്യുപ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് വരിക. ഓക്കെ, ഇതിന് നമ്മൾ നോമിനൽ അക്കൗണ്ടാണ് പറയുക. ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് അക്കൗണ്ട് റിലേറ്റഡ് ടു ഇൻകം, എക്സ്പെൻസസ്, ലോസസ് ആൻഡ് ഗെയിൻസ്. എന്താണ് ഇൻകം, എന്താണ് എക്സ്പെൻസസ്, എന്താണ് ലോസ്, എന്താണ് ഗെയിൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ദേ ആർ ടെമ്പററി അക്കൗണ്ട് ദാറ്റ് ആർ ക്ലോസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഈച്ച് അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ ഒരു നോമിനൽ അക്കൗണ്ടിൽ ഉള്ള ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ ക്ലോസ് ചെയ്യും. സോ അത്തരത്തിലുള്ള അക്കൗണ്ടുകളെയാണ് നമ്മൾ ടെമ്പററി അക്കൗണ്ട് എന്ന് പറയാം. സോ ഇവിടെ നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ളത്, ഈ ഒരു അക്കൗണ്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഇൻകം, എക്സ്പെൻസ്, ലോസസ് ആൻഡ് ഗെയിൻസ് എന്നാണ് പറയുന്നത്. സോ ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത്, ദറ്റ് മീൻസ് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് അല്ലേ. ഇവിടെ എന്താണോ എക്സ്പെൻസ് വന്നിട്ടുള്ളത് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ പ്രകാരം നമ്മുടെ എക്സ്പെൻസസ് അല്ലെങ്കിൽ നമ്മുടെ ലോസസ് അല്ലേ, ഇവിടേക്ക് നമ്മുടെ ക്യാഷ് പോവുക, നമ്മുടെ എക്സ്പെൻസസ്, നമ്മുടെ ലോസസ് അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ആൻഡ് ആൾസോ ഇവിടെ എന്ത് ചെയ്യും, നമ്മുടെ ഇൻകംസ്, നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇൻകംസ്, അതുപോലെ തന്നെ ഗെയിൻസ്, ഇതിനൊക്കെ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വെൻ യു റെക്കോർഡ് എ സെയിൽ, നമ്മളിപ്പോൾ സെയിൽ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്തു, സെയിൽ നടന്നു. ആ സെയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി, ഇൻകം കിട്ടും അല്ലേ, ക്യാഷ് കിട്ടുന്നുണ്ട്, ഇൻകം കിട്ടുന്നുണ്ട്. ആ ഇൻകമായിട്ട് നമുക്ക് ക്യാഷ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ ക്യാഷിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും എന്താണ് അവിടെ നടന്നത്, സെയിലാണ് നടന്നത് അല്ലേ. സോ ആ ഒരു എക്സ്പെൻസ്, ദറ്റ് മീൻസ് ആ ഒരു ഇൻകത്തിന് ഏത് വഴിയാണോ നമുക്ക് ഇൻകം കിട്ടിയിട്ടുള്ളത് സെയിലിലൂടെ, സോ ആ ഒരു സെയിൽ എന്നുള്ളതിനെ നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പേഴ്സണൽ അക്കൗണ്ട് ആണ് പറയുക. ദിസ് അക്കൗണ്ട്സ് റെപ്രസെൻറ്റ് ഇൻഡിവിജ്വൽ ഓർ എൻറ്റിറ്റീസ് വിത്ത് ഹോം ദ ബിസിനസ് ആസ് ട്രാൻസാക്ഷൻ. ദിസ് ഇൻക്ലൂഡ് അക്കൗണ്ട് ഫോർ കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേഴ്സണൽ അക്കൗണ്ട്, ആ നെയിമിൽ തന്നെ ഉണ്ട്, പേഴ്സണൽ അക്കൗണ്ടാണ്. ഓർഗനൈസേഷനുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള എൻറ്റിറ്റീസ്, ഇൻഡിവിജ്വൽസ് ആരൊക്കെയാണോ ഓർഗനൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് എന്ത്, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയാം. ഒരു ഓർഗനൈസേഷനിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവാം, സപ്ലയേഴ്സ് ഉണ്ടാവാം, പാർട്ട്നേഴ്സ് ഉണ്ടാവാം. സോ ഇവരുടെയൊക്കെ സെപ്പറേറ്റ് അക്കൗണ്ട്സ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യും. അതിൽ ദ റൂൾ ഈസ് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. നമുക്ക് കിട്ടുന്നവരെ എന്ത് ചെയ്യാണ്, നമ്മളവിടെ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യുകയും ആൻഡ് ക്രെഡിറ്റ് ചെയ്യും.
ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് ആ കൊടുക്കുന്നവരെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, വെൻ യു റിസീവ് ക്യാഷ് ഫ്രം എ കസ്റ്റമർ, നമുക്ക് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ഡെബിറ്റ് ദ ക്യാഷ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റ് ദ കസ്റ്റമേഴ്സ് അക്കൗണ്ട്. നമുക്ക് എന്താണോ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് ഉണ്ട്, സപ്ലയേഴ്സിൻ്റെ അക്കൗണ്ട് ഉണ്ട്, പാർട്ട്നേഴ്സിൻ്റെ അക്കൗണ്ട് ഉണ്ട്, ആൻഡ് ബോത്ത് പാർട്ടീസ് മീൻസ് എന്തൊക്കെ പാർട്ടീസ് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെ അക്കൗണ്ട്സ്, അവരുടെ എല്ലാം നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കും. ആൻഡ് അവരിൽ നിന്നും നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ആൻഡ് കസ്റ്റമർ അക്കൗണ്ടിനെ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, ഈ അക്കൗണ്ടുകളിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഷോർട്ടാക്കിയിട്ട് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മളവിടെ കൊടുക്കുന്നത് അല്ലേ. എന്താണോ നമുക്ക് കിട്ടുന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും എന്താണോ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോമിനൽ അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ അവിടെ സെയിൽസ്, റെൻറ്റ് എക്സ്പെൻസസ് അല്ലെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻകംസിനെയും അതുപോലെ തന്നെ ഗെയിൻസിനെയൊക്കെ ക്രെഡിറ്റ് ചെയ്യുകയും എക്സ്പെൻസസിനെയും ലോസസിനെയൊക്കെ ഡെബിറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ആൻഡ് പേഴ്സണൽ അക്കൗണ്ട് ഇൻഡിവിജ്വൽ ഓർ എൻറ്റിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ്. അവിടെ ഫോർ എക്സാമ്പിൾ കസ്റ്റമേഴ്സ് അക്കൗണ്ട് വരാം, സപ്ലയേഴ്സ് അക്കൗണ്ട് വരാം, ഒരു പാർട്ട്നേഴ്സ് അക്കൗണ്ട് വരാം. സോ ദിസ് ആർ ഇൻവോൾവ് ഇൻ ദ പേഴ്സണൽ അക്കൗണ്ട്. ദെൻ നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു 3 അക്കൗണ്ട്സിലും നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒരു എമൗണ്ടിനെ ഒന്നിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുമ്പോൾ മറ്റൊന്നിനെ നമ്മളവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. സോ അത് ബോത്ത് ആസ്പെക്റ്റ്, ഡബിൾ ആസ്പെക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഡബിൾ എൻട്രി അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സെയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആണ് എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യുകയും സെയിൽ അവിടെ നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്തെന്ന് പറഞ്ഞു, സെയിൽസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും സെയിൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ബട്ട് ഇവിടെ ഡബിൾ എൻട്രി അവിടെ നടക്കുന്നുണ്ട്. ക്യാഷ് എന്നുള്ളൊരു എൻട്രിയും സെയിൽ എന്നുള്ളൊരു എൻട്രിയും അവിടെ നടന്നു അല്ലേ. പക്ഷേ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിസ്റ്റം റെക്കോർഡ് ഓൺലി വൺ സൈഡ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ. ഈ ഒരു സൈഡ് മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ടിപ്പിക്കലി ഫോക്കസിങ് ഓൺ ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട് ഫ്ലോസ്. ഇവിടെ ടിപ്പിക്കലി ഫോക്കസ് ചെയ്യുന്നത് എന്തിലോട്ടാണ്, ക്യാഷ് ഇൻഫ്ലോസിലോട്ടും ഔട്ട് ഫ്ലോസിലോട്ടൊക്കെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സിംപ്ലിസിറ്റി, ഈസിയർ ടു മെയിൻറ്റെയിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ്, ആൻഡ് ലിമിറ്റഡ് സ്കോപ്പാണ് ഇതിനുള്ളത്. ദറ്റ് മീൻസ് ഓഫൻ യൂസ്ഡ് ബൈ സ്മാൾ ബിസിനസ് ഓർ ഫോർ പേഴ്സണൽ ഫൈനാൻസസ്. ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഹ്യൂജ് റെമ്യൂണറേഷൻ കിട്ടുന്ന ഓർഗനൈസേഷന് ഏതാ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് നോട്ട് സ്യൂട്ടബിൾ. ദ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് സ്യൂട്ടബിൾ ടു ദ സ്മാൾ ബിസിനസ് or for personal finance. Lacks detailed financial insight. It does not provide a complete picture of assets, liabilities and equity. അസറ്റിൻ്റെയും ലാബിലിറ്റീസിൻ്റെയും ഇക്വിറ്റിയുടെയും ഒരു കംപ്ലീറ്റ് പിക്ചർ ഇത് കൊടുക്കുന്നുണ്ടാവില്ല. ബിക്കോസ് in this type of accounting system or in this type of bookkeeping system ഇവിടെ നമ്മൾ നോക്കുന്നത് ഓൺലി ദ വൺ സൈഡ് ഓഫ് ദ ട്രാൻസാക്ഷൻ മാത്രമാണ് നമ്മളവിടെ റെക്കോർഡ് ചെയ്യുക. ആൻഡ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിസ്റ്റം റെക്കോർഡ് ബോത്ത് സൈഡ് ഓഫ് എവറി ട്രാൻസാക്ഷൻ എൻഷുറിങ് ദറ്റ് അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ഇക്വിറ്റി റിമെയിൻ ബാലൻസ്ഡ്. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ രണ്ട് സൈഡും എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എറർ ഡിറ്റക്ഷൻ, ഈസിയർ ടു ഐഡൻറ്റിഫൈ ദ എറർ സിൻസ് ഈച്ച് എൻട്രി ഹാസ് കറസ്പോണ്ടിങ് കൗണ്ടർ പാർട്ട്. അതായത് രണ്ട് എൻട്രി നടക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് എറർ വന്നിട്ടുള്ളത് എന്നത് ഈസി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഫോർ ബിസിനസ് ഓഫ് ഓൾ സൈസസ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വൈഡ്ലി യൂസ്ഡ് ആണ്. ഡബിൾ എൻട്രി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് സ്മോൾ ഓർഗനൈസേഷൻ ഓർ സ്മോൾ ബിസിനസ്സിന് മാത്രം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എ ക്യാഷ് സെയിൽ യു വുഡ് ഡെബിറ്റ് ദ ക്യാഷ് അക്കൗണ്ട്. അവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. കാരണം എന്താ, അസറ്റ് ഇൻക്രീസ് ചെയ്യാം. ക്രെഡിറ്റ് ദ സെയിൽസ് അക്കൗണ്ട്. റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെയിൽസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക.
അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പിളാണ്, ക്യാഷിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്, ലെസ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒന്നാണ്. ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒന്നാണ്, ബാലൻസ്ഡ് ആണ്, വൈഡ്ലി യൂസ്ഡ് ആണ്, അലോ ഫോർ എറർ ഡിറ്റക്ഷൻ. എന്തൊക്കെയാണ് എറർ എന്നുള്ളത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററായിട്ട് ഇതിൽ വരുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടൊക്കെ എന്ത് ചെയ്യാറാണ്, ഇഗ്നോർ ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ കാരണം ഈ ഒരു 3 അക്കൗണ്ട് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് എന്തല്ല, അത്രത്തോളം പോസിബിളായിട്ടുള്ള ഒന്നല്ല, ചിലവ് കൂടിയിട്ടുള്ള കാര്യമാണ്. സോ നമ്മളിതിൽ നോക്കുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ദ ഓവർ വ്യൂ ഓഫ് അക്കൗണ്ടിങ് ആണ്. സോ ഇഫ് ദർ ഈസ് എനി ഡൗട്ട് കമൻറ്റ് ബിലോ.